നോക്കാം ഏറ്റവും പുതിയ വാർത്തകളിലേക്ക്. വിശദമായി തന്നെ അനുപമയുടെ കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ കിടത്തുകയായിരുന്നുവെന്ന് അനുപമയുടെ അച്ഛൻ PS ജയചന്ദ്രൻ ന്യൂസ് 8നോട് പറഞ്ഞു. താനും ഭാര്യയുമാണ് കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ എത്തിച്ചത്. കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ കിടത്തി ബെല്ലടിച്ച് മാറി നിന്നു. നഴ്സിന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു എന്ന പ്രചാരണം തെറ്റാണെന്നും ജയചന്ദ്രൻ വ്യക്തമാക്കി. ഇപ്പോൾ അനുപമ ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ട്. അനുപമയ്ക്ക് അമ്മ എന്ന വികാരമില്ല. കുഞ്ഞിനെ ഏറ്റെടുക്കേണ്ട സമയത്ത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ജയചന്ദ്രൻ ചോദിച്ചു. താൻ ഒളിവിലല്ലെന്നും ഇന്നലെ വരെ ജോലിക്ക് പോയെന്നും ജയചന്ദ്രൻ ന്യൂസ് 8നോട് പറഞ്ഞു. ഒളിവിലാണെന്ന് പറഞ്ഞൊക്കെ വാർത്ത വരുന്നത് അതൊക്കെ വെറുതെ. ഞാൻ എന്റെ ബാങ്കില് ജോലിക്ക് പോയി. ഞാൻ ഇന്നലെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഇന്നലെ ഒത്തിരി തിരക്കുമായിരുന്നു. 6 മണി വരെ ബാങ്കിലുണ്ടായിരുന്നുണ്ട്. ഒളിവിലേക്ക് ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജറായിട്ട് പോയി ഇരിക്കാൻ പറ്റുമായിരുന്നേ. അതെ 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 ഓക്കെ ഓക്കെ. നമ്മൾ ഒരു കാര്യം കൂടെ ചോദിക്കുന്നത്, നമ്മുടെ ഈ കുട്ടിയെ കൊണ്ട് അവിടെ ഏൽപ്പിച്ചത് അത് ഉപേക്ഷിക്കപ്പെട്ട കുട്ടി എന്ന രീതിയിലാണ് ഇന്നലെ മന്ത്രി പറഞ്ഞത്. പക്ഷെ പ്രതിപക്ഷമൊക്കെ പറയുന്നത് അങ്ങനെയല്ല, ഏൽപ്പിച്ചു കൊടുക്കുക. എന്താ സംഭവിച്ചത്? അന്ന് സംഭവിച്ചെന്താ? അല്ല, ഏൽപ്പിച്ചതല്ല, അത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നമ്മൾ ഈ കരാറ് വെച്ചിട്ട് ശിശുക്ഷേമ സമിതിയിൽ ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. കാര്യം എന്താണ്? കരാറുള്ളതാണെങ്കിൽ കുഞ്ഞിനെ അവർ എടുക്കൂലല്ലോ. CWC വഴി വരണം. CWC വഴിയല്ലേ പോകാൻ പറ്റും. അത് 6-7 മാസത്തെ നടപടിക്രമങ്ങൾ കിടക്കയില്ലേ. നമുക്ക് ആ സമയത്ത് കുഞ്ഞിനെ അങ്ങനെ സംരക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടല്ലേ. ഇത് അരുണ, ഒരു കാര്യം ഞാൻ പറയുന്ന വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കുടുംബത്തിലിരുത്തി അവളെ കൂടെ ഇരുത്തി ആലോചിച്ചു, നിനക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി സംരക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അവൻ വന്ന് നിന്നെയും കുഞ്ഞിനായിട്ട് ഏറ്റെടുത്തോണ്ട് പോകുമോ? പറ്റില്ല. കാര്യം മറ്റവള് കൂടെയുള്ള സമയം. ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ പറ്റും. ഞങ്ങളുടെ മകളുടെ വിവാഹം, അതുമല്ല ഒരു കുഞ്ഞിനെയും അമ്മയായിട്ടോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെയും വേറെ ആരെങ്കിലും ആയിട്ടോ ഏതെങ്കിലും നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒറ്റയ്ക്ക് താമസിപ്പിക്കാൻ പറ്റുമോ? അപ്പൊ അതൊന്നും പ്രായോഗികമല്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് നമ്മള് ഈ വക്കീലന്മാർ ചോദിച്ചപ്പോ പറഞ്ഞു, നിയമപരമായി ആലോചിച്ച് നിങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. നിയമപരമായി നിങ്ങൾ എന്താണ് നിങ്ങളെ വീട്ടുകാരോട്ട് ആലോചിച്ചിട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ആലോചിച്ചപ്പോൾ നിയമപരമായിട്ട് ആലോചിച്ചപ്പോൾ അവളുടെ സമ്മതം ഉണ്ടെങ്കിൽ നമുക്കത് അവിടെ കൊടുക്കാം. എവിടെ? അമ്മത്തൊട്ടിലിൽ കൊടുക്കാം. പക്ഷെ അത് അവളുടെ സമ്മതം വേണം. അവളുടെ സമ്മതമില്ലാതെ കൊണ്ട് കൊടുത്താൽ പിന്നീട് കുഴപ്പമാകും. അതുപോലെയല്ലേ ഇപ്പൊ വന്നിരിക്കുന്നത്. അവളുടെ സമ്മതമില്ലാതെ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞല്ലേ ഇത് കുഴപ്പമാക്കിയത്. ഞാൻ അവളുടെ സമ്മതത്തോട്, പൂർണ്ണ സമ്മതത്തോടുകൂടിയാണ് കൊടുക്കുന്നത്. അവൾക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ. ഇത് ആർക്കും സംരക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ് അവൾ താൽക്കാലികമായി സംരക്ഷിക്കാൻ മാതാപിതാക്കളെ ഏൽപ്പിച്ചു എന്ന് പറയുന്നത്? അവള് തന്നെ ആവശ്യപ്പെട്ട വിഷയമാണ്, തിരികെ അവൾക്ക് വേണമെന്നുള്ളത്. അത് അവള് സമയത്തിന് പോയി എടുക്കാത്തതാണ് ഇവിടെ വന്ന വിഷയങ്ങൾ മുഴുവൻ. അതെന്താണെന്ന് പരിശോധിക്കണം. ഏപ്രിൽ മാസം, മാർച്ച് മാസം 19 എന്റെ അടുത്ത് നിന്ന് പോയ അവള് ആദ്യം പരാതി കൊടുക്കുന്നത് ആധാറും സംവിധാനങ്ങളും ഇല്ല എന്നാണ്. കുഞ്ഞിനെ സംബന്ധിച്ച് എന്തായാലും പറയാത്തത്. ആ പരാതി കൊടുത്ത് പിന്നെയും 1 മാസം കഴിഞ്ഞിട്ടാണ് അവള് കുഞ്ഞിനെ കാണാനില്ല എന്ന് പരാതി പറയുന്നത്. അപ്പോഴും എന്നെ വിളിച്ചു ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, കോടതി വഴി അവരെടുത്തോട്ടെ. പോലീസുകാരെല്ലാവരും അവരോട് പറഞ്ഞല്ലോ, നിങ്ങൾ നിയമപരമായി പോയി എടുത്തോ. ഈ പരാതി വരുന്ന അന്ന് വരെ പോയിട്ടില്ലല്ലോ. ഇപ്പൊ ഈ ചർച്ചകൾ വരുന്ന അന്ന് വരെ കോടതിയിൽ പോയിട്ടില്ലല്ലോ കുഞ്ഞിന് വേണ്ടി. അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ കുഞ്ഞിനെ എടുക്കലാണോ അവളുടെ പിന്നിലുള്ള ആളുകളുടെ ഉദ്ദേശം? അല്ല. ഈ ഒരു വാർത്തയും കാര്യങ്ങളും സൃഷ്ടിക്കുക, എന്നെ അപമാനിക്കുക. അമ്മത്തൊട്ടിൽ ശരിക്കും കൊണ്ട് കിടത്തുമായിരുന്നു. അവിടെ കൊണ്ട് സാധാരണ പോലെ കുഞ്ഞിനെ കൊണ്ട് ഇടുകയായിരുന്നു അവിടെ. അല്ല, ബെല്ല് അടിച്ച് അപ്പൊ ഇത് വന്ന് കുഞ്ഞിനെ കിടത്തി നമ്മൾ മാറി നിന്ന് അപ്പൊ അവര് കുഞ്ഞിനെ എടുത്തോണ്ട് പോയി. ചേട്ടൻ തന്നെയാണ് കൊണ്ടുപോയത് അല്ലേ? അതെ അതെ അതെ. ഞാനും എന്റെ ഭാര്യയും. വേറെ ആരാ പോകുന്നത്? അനുപമ അന്ന് ഹോസ്പിറ്റലിൽ വരുന്ന വഴിക്കാണോ അത്? അല്ലല്ലോ, തിരിച്ചു വരുന്ന വഴിക്ക്. തിരിച്ച് വന്നിട്ടാ കൊണ്ട് കൊടുക്കുന്നത്. അനുപമ ഇല്ലായിരുന്നു. അതെല്ലാം അനുപമയ്ക്കും അറിയാം. പിന്നെ ഇപ്പൊ ഇങ്ങനെ കുറെ ആളുകളുടെ വലയത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ പറയുന്നു. ഓരോ ദിവസം ഓരോന്ന് മാറ്റി പറയുകയാണ്. നഴ്സിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയായിരുന്നു നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട്. ഒന്നുമില്ല. അങ്ങനെ അവര് ഏറ്റെടുക്കൂലല്ലോ. അത് അമ്മ വികാരപരമായി പറയുന്നു എന്നൊക്കെ പറഞ്ഞത് വെറുതെ. ഒരു വികാരവും ഇല്ല. പാർട്ടി കമ്മിറ്റി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, ഏരിയ കമ്മിറ്റി, ലോ കമ്മിറ്റി ചേർന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ഇൻഫോർമായിട്ട് നേരത്തെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഔദ്യോഗികമായ ചോദ്യമാണോ ഇനി ഉണ്ടാവുമെന്നുള്ളതൊന്നും അറിയില്ല. അനുപമയുടെ അച്ഛൻ ജയചന്ദ്രന്റെ പ്രതികരണമാണ് കേട്ടത്. അതേസമയം ദത്ത് വിവാദത്തിൽ ജയചന്ദ്രനെതിരെയുള്ള പാർട്ടി നടപടിയിൽ നിന്ന് തീരുമാനമുണ്ടാകും എന്നാണ് വിവരം. രാവിലെ CPM പേരൂർക്കട ലോക്കൽ കമ്മിറ്റിയും അതിനുശേഷം ഏരിയ കമ്മിറ്റിയും യോഗം ചേരും. പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമാണ് ജയചന്ദ്രൻ. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ചേരുന്നു. അരുൺ, അനുപമയുടെ ഭർത്താവും
ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറയുന്ന കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യം, അതായത് അമ്മത്തൊട്ടിലിൽ കുട്ടിയെ ഏൽപ്പിച്ചു എന്നതിനടക്കം ഇത് എന്തെല്ലാം തെളിവുകൾ പറഞ്ഞുകൊണ്ട് കൂടിയാണ് ജയചന്ദ്രൻ ഈ വാദങ്ങളിലെല്ലാം നിരത്തിയിരിക്കുന്നത്? പക്ഷേ ഏറ്റവും പ്രധാനം കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ചതാണെന്നാണ് ഇന്നലെ മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞത്. പിന്നീട് ഉപേക്ഷിച്ചതല്ല, അവിടെ ഏൽപ്പിക്കുകയായിരുന്നു, നഴ്സിന്റെ കീഴിൽ ഏൽപ്പിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നേരത്തെ അനുപമയുടെ ആരോപണം അതുതന്നെയാണ്. ആ ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണ് ജയചന്ദ്രൻ ചെയ്യുന്നത്. താനും തന്റെ ഭാര്യയും കൂടി ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴി കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ കൊണ്ട് കിടത്തുകയായിരുന്നു. അവിടെ എത്തി ബെല്ലടിച്ച ശേഷം മാറുന്നു. അപ്പോൾ അവർ വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി. ഇതാണ് ജയചന്ദ്രന്റെ പ്രധാന വെളിപ്പെടുത്തൽ. മറ്റു ആരോപണങ്ങളൊക്കെ അദ്ദേഹം തള്ളുന്നു. കുഞ്ഞിനെ അങ്ങനെ ഏൽപ്പിക്കാൻ കഴിയില്ല, അത് കഴിയണമെങ്കിൽ CWC വഴി വരണം, അതിന് കുഞ്ഞിന്റെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണം. അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അവിടെ കൊണ്ട് കിടത്തുകയായിരുന്നു, ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് തന്നെ ജയചന്ദ്രൻ പറയുന്നു. അനുപമയുടെ പൂർണ്ണ സമ്മതത്തോടെയാണ്. അമ്മ എന്ന വികാരം അനുപമയ്ക്ക് ഇല്ല എന്നും ജയചന്ദ്രൻ പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് സാധാരണ ഇത്തരത്തിൽ കുഞ്ഞിനെ അനുപമയുടെ സമ്മതത്തോടുകൂടി താൽക്കാലികമായി സംരക്ഷിക്കാൻ ഏൽപ്പിക്കുന്നു. അതിനുശേഷം കുഞ്ഞിനെ ഏറ്റെടുക്കേണ്ട സമയത്ത് അനുപമ അതിന് തയ്യാറായില്ല. അനുപമ ആദ്യ പരാതിയുമായി എത്തിയത് കുഞ്ഞിനെ വേണമെന്നോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഒളിപ്പിച്ചു എന്നോ അല്ല, മറിച്ച് തന്റെ ആധാർ കാർഡ് കിട്ടുന്നില്ല, അതുകൊണ്ട് ആ പരാതിയുമായാണ് എത്തിയത്. മറിച്ചുള്ള ഒരു പരാതിയും അനുപമ ആ ഘട്ടത്തിൽ നൽകിയിരുന്നില്ല. ഇപ്പോൾ തന്നെ അവമാനിക്കാൻ പാർട്ടി സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ അത്തരമൊരു നീക്കത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ അനുപമ പറയുന്നതെന്ന് ജയചന്ദ്രൻ പറയുന്നു. പാർട്ടി ഈ വിഷയത്തിൽ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല. നിയമപരമായി ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ മാത്രമാണ് പാർട്ടി നിർദ്ദേശിച്ചതെന്നും ന്യൂസ് 18നോട് ജയചന്ദ്രൻ വെളിപ്പെടുത്തുന്നു. ഏതായാലും ഇന്ന് CPM-ന്റെ പേരുക്കട ലോക്കൽ കമ്മിറ്റി യോഗവും ഏരിയ കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട്. ജയചന്ദ്രനെതിരെയുള്ള പാർട്ടി നടപടി തീരുമാനിക്കും. ജയചന്ദ്രന്റെ പാർട്ടി നടപടിയുടെ കാര്യത്തിൽ രണ്ടഭിപ്രായം CPM-നുണ്ട്. ഒന്ന്, അദ്ദേഹം ഒരു അച്ഛന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ എന്നൊരു ഭാഗം പറയുമ്പോൾ മറുഭാഗം ഇത്തരത്തിലൊരു ധാർമ്മിക പ്രശ്നം ചൂണ്ടിക്കാട്ടി ജയചന്ദ്രന്റെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നു. CPM-ന്റെ ഉന്നത നേതൃത്വത്തിനും അത്തരമൊരു നിലപാടാണുള്ളതെന്ന് അറിയുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ യോഗത്തിൽ ജയചന്ദ്രനെതിരെ നടപടി ഉണ്ടാകും. ലോക്കൽ കമ്മിറ്റി ഒഴിവാക്കുകയോ സസ്പെൻഷൻ അടക്കമുള്ള മറ്റു നടപടിയിലേക്ക് കടക്കുകയോ ചെയ്യും. ജയചന്ദ്രൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ സ്മിത ജെയിംസ്, അതുപോലെ തന്നെ പേരുക്കട മുൻ കൗൺസിലർ അനിൽകുമാർ, മറ്റൊരു പാർട്ടി മെമ്പർ 5 പേർ പാർട്ടി അംഗങ്ങളാണ്. കേസിൽ അനുപമ നൽകിയ കേസിൽ പ്രതികളായിട്ടുള്ള 5 പേർ പാർട്ടി അംഗങ്ങളാണ്. ഇവർ എല്ലാവർക്കെതിരെ നടപടി വരുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഏതായാലും അനുപമയുടെ ആരോപണങ്ങൾ വീണ്ടും നിഷേധിക്കുകയാണ് അരുൺ. അനുപമയുടെ ആരോപണങ്ങൾ നിഷേധിക്കുമ്പോൾ സാങ്കേതികമായി നേരത്തെ തന്നെ നമ്മൾ എല്ലാ ചർച്ചകളിലും പറയുന്ന പോലെ ഈ അമ്മത്തൊട്ടിൽ സാങ്കേതികമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ആവാതിരുന്നത് കൊണ്ടുകൂടിയാണ് ഈ നഴ്സിനെ ഏൽപ്പിക്കേണ്ടി വരുന്ന ശിശുക്ഷേമ സമിതിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള രേഖകളും എല്ലാം ഉണ്ട്. അപ്പോൾ ആ വിഷയം തള്ളുകയാണ് ജയചന്ദ്രൻ. അതോടൊപ്പം തന്നെ മാർച്ചിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ അനുപമ ഏപ്രിലിൽ നൽകിയ പരാതിക്കകത്ത് കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതും, അതിന്റെ എല്ലാം അടിസ്ഥാനം ഏത് രീതിയിൽ കൂടിയാണ് ജയചന്ദ്രൻ പറയുന്നത്? നിയമപ്രകാരം കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയിൽ ഏൽപ്പിക്കണമെങ്കിൽ, കൈമാറണമെങ്കിൽ അതിന് CWC വഴി തന്നെ നീങ്ങണം. CWCയുടെ അനുമതിയോടുകൂടി അവരെ അറിയിച്ച് അവരുടെ സമ്മതത്തോടു കൂടി കുട്ടിയുടെ അമ്മയുടെ സാന്നിധ്യത്തിൽ മാത്രമേ അത്തരത്തിൽ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയിൽ വളർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഏൽപ്പിക്കാൻ കഴിയൂ. അത്തരമൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ലെന്ന് ജയചന്ദ്രൻ ആവർത്തിച്ചു പറയുന്നു. അതിന് കാരണം അദ്ദേഹം പറയുന്നത് താനും ഭാര്യയുമായി കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ കിടത്തുകയായിരുന്നു, ബെല്ലടിച്ചു മാറി നിന്നു, പിന്നീട് അവർ വന്ന കുഞ്ഞിനെ എടുക്കുന്നതും തങ്ങൾ മാറി നിന്ന് കണ്ടു എന്നാണ് ജയചന്ദ്രന്റെ അവകാശവാദം. ഇതിനെയാണ് പൂർണ്ണമായും അനുപമ വെല്ലുവിളിക്കുന്നത്. അത്തരത്തിലല്ല, കുഞ്ഞിനെ ഏൽപ്പിക്കുക മുൻകൂട്ടി അറിയിച്ച ശേഷം ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരെ മുൻകൂട്ടി അറിയിച്ച ശേഷം കുഞ്ഞിനെ കൈമാറുകയായിരുന്നു. അവിടെ പാർട്ടി ഇടപെടലുണ്ട്. അതാണ് അനുപമയുടെയും പ്രതിപക്ഷത്തിന്റെയും ആരോപണം. അത്തരം ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ജയചന്ദ്രൻ. മറ്റൊന്ന്, കുഞ്ഞിനെ വിട്ടുകിട്ടണമെന്ന കുഞ്ഞിനെ കൈമാറിയത് അനുപമയുടെ പൂർണ്ണ സമ്മതത്തോടും അറിവോടും കൂടിയാണ്. അതുകൊണ്ടാണ് അത്തരം ഒരു സത്യവാങ്മൂലം എഴുതി വാങ്ങിയത്. ആദ്യഘട്ടത്തിൽ കുഞ്ഞിനെ വളർത്താൻ അനുപമ തയ്യാറായിരുന്നില്ല, അജിത്തിനൊപ്പം പോകാനും തയ്യാറായിരുന്നില്ല. പിന്നീട് കുഞ്ഞിനെ നിയമപ്രകാരം ഏറ്റെടുക്കേണ്ട സമയത്തും അനുപമ ആദ്യം അതിന് തയ്യാറാവുന്നതിന് പകരം ആധാർ അടക്കമുള്ള തന്റെ രേഖകൾ എവിടെയെന്ന പരാതിയുമായാണ് ആദ്യം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് അത്തരമൊരു വികാരം അനുപമയ്ക്ക്, അമ്മ എന്ന വികാരം ഉണ്ടായതെങ്കിൽ ആദ്യം കുഞ്ഞിനെയല്ലേ തിരിച്ചെടുക്കാൻ ശ്രമിക്കുമായിരുന്നുള്ളൂ എന്ന് ജയേന്ദ്രൻ ചോദിക്കുന്നത്. VV അരുൺ, തിരുവനന്തപുരത്ത് നിന്ന്. ഏതായാലും അനുപമയുടെ അച്ഛൻ ജയചന്ദ്രന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ കൂടിയാണ്. അതായത് അനുപമയും ഭർത്താവ് അജിത്തും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിക്കുന്ന വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള
മറുപടി ജയചന്ദ്രന്റെ ഭാഗത്ത് നിന്ന്. എന്നാൽ അതേസമയത്ത് ജയചന്ദ്രനെതിരെയുള്ള പാർട്ടി നടപടി ഉണ്ടാകുമോ എന്ന കാര്യം ഇന്നറിയാൻ പറ്റും. രാവിലെയാണ് CPM പേരുകട ലോക്കൽ കമ്മിറ്റിയും അതിനുശേഷം ഏരിയ കമ്മിറ്റിയും യോഗം ചേരുന്നത്. BV അരുണാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭയിൽ നിന്നുള്ള തത്സമയ സംരക്ഷണമാണ് അടുത്തത്. സ്ഥലവും പൈസയും അടച്ച് തയ്യാറായി മുമ്പോട്ട് വന്ന മാവേലി സ്റ്റോറിനുള്ള റിക്വസ്റ്റ് പണ്ടപ്പള്ളിയിലെ അത് പരിഗണിക്കാവുന്ന സാഹചര്യം നിലവിലുണ്ടോ, തീരുമാനമെടുത്തിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഗൗരവമേറിയ കാര്യമാണ്. നിരവധി പഞ്ചായത്തുകളുടെയും ബഹുമാനപ്പെട്ട MLA-മാരുടെയും നിവേദനങ്ങൾ എൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അത് പരിശോധനയിലാണ്. വളരെ അടിയന്തരമായും നിരവധി കേന്ദ്രങ്ങൾ, വിശേഷിച്ചും ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ച അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ മാവേലി സ്റ്റോർ അടക്കം പുതുതായി ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. ശ്രീ TI മധുസൂദനൻ. സർ, കേന്ദ്ര സർക്കാർ നടപടി മൂലം വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടി നിൽക്കുന്ന രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങൾ വില നിയന്ത്രിച്ച് വിതരണം ചെയ്യുന്നതിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് കേരള സർക്കാർ, വിശേഷിച്ചും ഭക്ഷ്യവകുപ്പ് നടത്തിവരുന്നത്. ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സപ്ലൈകോയുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിന് സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. സർ, കഴിഞ്ഞ സഭയിലും ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദീകരിച്ചതാണ്. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ വിതരണം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ ഗുണമേന്മയെ സംബന്ധിച്ച് പല രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നപ്പോൾ തന്നെ അതിൽ ഗൗരവമായി ഇടപെടുകയും കൂടുതൽ ക്വാളിറ്റി പരിശോധന കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ആ പരിശോധനയ്ക്ക് വേണ്ടുന്ന ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഈ കഴിഞ്ഞ ഓണക്കാലം മുതൽ വിതരണം ചെയ്യുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് ക്വാളിറ്റി കൂടുതൽ മെച്ചപ്പെടുത്താനും അതോടൊപ്പം തന്നെ ക്വാണ്ടിറ്റി ഉറപ്പുവരുത്തി നൽകാനുമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അത് കൂടുതൽ വ്യാപകമാക്കുന്നതാണ്. ശ്രീ M. വിൻസെന്റ്. നിയമസഭയിൽ ചോദ്യോത്തര വേള നടക്കുകയാണ്. തത്സമയ സംപ്രേഷണം നടക്കണം. ഉമേഷ് ബാലകൃഷ്ണൻ സഭയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നു. ഉമേഷ്, സഭയിൽ പ്രധാനമായും എന്തെല്ലാം വിഷയങ്ങളാണ്? നഗരസഭയിലെ നികുതി തട്ടിപ്പടക്കമുള്ള വിഷയങ്ങളെന്ന് സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുമെന്നുള്ള സൂചനകൾ, എന്തെല്ലാം കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് സഭ? പറഞ്ഞ ഇപ്പോൾ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. ഭക്ഷ്യമന്ത്രി GR അനിൽ സപ്ലൈകോവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറുപടി പറയുന്നു. ഇതിൽ സുപ്രധാനം സപ്ലൈകോ ഓൺലൈൻ വ്യാപാരം കൂടുതൽ ശക്തിപ്പെടുത്താൻ പോകുന്നു. 500 ഔട്ട്ലെറ്റുകളിൽ പൂർണ്ണമായി ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറാനാണ് ഇപ്പോൾ ആലോചന നടക്കുന്നതെന്ന് GR അനിൽ നിയമസഭയിൽ പറഞ്ഞു. കൂടാതെ KSRTC ബസ്സുകൾ രൂപമാറ്റം വരുത്തി സപ്ലൈകോ ഔട്ട്ലെറ്റുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നും GR അനിൽ സഭയെ അറിയിച്ചു. 10 മണിക്കാണ് അടിയന്തര പ്രമേയം വരിക. നിലവിൽ അറിയാൻ കഴിയുന്നത് നഗരസഭ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിക്കാനാണ് സാധ്യത. M. വിൻസെന്റ് MLA ആയിരിക്കും ഇതിന് നോട്ടീസ് നൽകാൻ സാധ്യത എന്നാണ് വിവരം. എന്തായാലും 10 മണിയോടുകൂടി അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട സഭയിൽ നൽകും. ഉമേഷ് ബാലകൃഷ്ണനാണ്. നിയമസഭയിൽ ചോദ്യോത്തര വേള പുരോഗമിക്കുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. നേരത്തെ വാക്കാൽ പരാമർശിച്ചിരുന്നു. വിദഗ്ധ സമിതിയാകാമെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് വിധി പറയുക. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, പെഗസസ് ഫോൺ ചോർത്തൽ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി സംബന്ധിച്ച് നിയമവൃത്തങ്ങളിൽ നിന്ന് നേരത്തെ തന്നെ ഉണ്ടാകുന്ന വിലയിരുത്തലുകൾ ഏത് രീതിയിലാണ്? വിദഗ്ധ സമിതി എന്നുള്ളൊരു നിലപാടിലേക്ക് സർക്കാർ കടക്കും. ആ രീതിയിലുള്ള ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? അപർണ, നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് തീർച്ചയായും വിദഗ്ധ സമിതിയെ തന്നെയായിരിക്കും ഈ വിഷയത്തിൽ സുപ്രീം കോടതി നിയോഗിക്കുക. ഒരു ഇടക്കാല ഉത്തരവ് മാത്രമായിരിക്കും ഈ വിഷയത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിക്കാനും പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തും രാജ്യത്തിന് പുറത്തുമൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, ഉന്നത ഉദ്യോഗസ്ഥർ, സൈനിക നേതാക്കൾ, പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയായ CBIയുടെ മേധാവികൾ ഉൾപ്പെടെയുള്ളവരുടെ വിശദാംശങ്ങൾ ചോർത്തപ്പെട്ടു. അത് ഭരണകൂടത്തിന്റെ അറിവോടെ എന്നുള്ളതായിരുന്നു പരാതി. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 1 ഡസനിൽ അധികം ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയത്. ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ചാണ് വിഷയം പരിഗണിച്ചത്. ഈ വിഷയത്തിൽ പലയാവർത്തി സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് വ്യക്തത തേടിയെങ്കിലും നിലവിൽ സുരക്ഷാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഇത്തരം ഒരു ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചോ എന്നതിൽ അടക്കം
കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനാവില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. അധിക സത്യവാങ്മൂലം സമർപ്പിക്കാനും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിനും തയ്യാറായിരുന്നില്ല. ഏറ്റവും ഒടുവിലായി കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാറുണ്ടോ എന്നുള്ളതായിരുന്നു. ഉപയോഗിക്കാറുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയെങ്കിലും അത് എന്തിനു വേണ്ടി, ഏത് സോഫ്റ്റ്വെയർ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിട്ടില്ല. രാജ്യസുരക്ഷ പ്രധാനപ്പെട്ടതാണ് എന്ന് സുപ്രീം കോടതി തന്നെ നിരീക്ഷിക്കുകയും ആ ഒരു പശ്ചാത്തലത്തിൽ പൗരന്റെ സ്വകാര്യതയും വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യത്തെ പൗരന്മാരുടെ വിവരങ്ങൾ ചോർത്തപ്പെട്ടോ എന്ന് അറിയേണ്ടതുണ്ട് എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു സൊല്യൂഷൻ എന്ന നിലയിൽ തന്നെ സുപ്രീം കോടതി ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കാൻ തയ്യാറെടുക്കുന്നത് എന്നാണ് അറിയുന്നത്. ഈ വിദഗ്ധ സമിതിക്ക് കോടതി തന്നെയായിരിക്കും മേൽനോട്ടം വഹിക്കുക എന്ന സൂചനയുമുണ്ട്. കാരണം ചീഫ് ജസ്റ്റിസ് NV രമണ തന്നെ നേരത്തെ മറ്റൊരു കേസ് പരിഗണിച്ചപ്പോൾ വ്യക്തമാക്കിയത് പെഗസസുമായി ബന്ധപ്പെട്ട ഒരു സമിതി രൂപീകരിക്കാനാണ് കോടതിയുടെ തീരുമാനം. ആ സമിതിയിലേക്ക് ചില അംഗങ്ങളെ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ചില അംഗങ്ങൾ അതിന് സാങ്കേതികമായി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമിതിയിൽ അംഗമാകാനില്ല എന്ന് വ്യക്തമാക്കിയെന്നും എന്തുകൊണ്ടാണ് ഉത്തരവ് വൈകുന്നത് എന്നതിന് കാരണം ഇതാണ് എന്നും അദ്ദേഹം മറ്റൊരു കേസിൽ പരാമർശിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമിതി രൂപീകരിക്കുക എന്നതായിരിക്കും ഇടക്കാല ഉത്തരവിലൂടെ പുറത്തു വരുന്നത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. മാത്രമല്ല അപർണ, ഈ കേസ് പരിഗണിച്ചപ്പോഴടക്കം കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാനാവില്ല. കാരണം ചാര സോഫ്റ്റ്വെയറുകൾ രാജ്യം ഉപയോഗിക്കുന്നുണ്ട് എന്ന് കോടതിയിൽ വ്യക്തമാക്കിയാൽ അത് തീവ്രവാദ ശക്തികൾ കരുതലോടുകൂടി ഇത്തരം സോഫ്റ്റ്വെയറുകളുടെ ഉപയോഗമുണ്ട്, അതുകൊണ്ട് കൂടുതൽ കരുതലോടുകൂടി മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കും. ചാര സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് കോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നതെങ്കിൽ അത് തീവ്രവാദ സംഘടനകൾക്ക് അനുകൂലമാകുന്ന സാഹചര്യം ഉണ്ടാകും. അത്തരം സോഫ്റ്റ്വെയറുകളാൽ തങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നില്ല എന്ന് തിരിച്ചറിയും. ഈ ഒരു പ്രതിസന്ധിയാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ ധരിപ്പിച്ചത്. ആ പ്രതിസന്ധിയെ സുപ്രീം കോടതി ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പൊതു പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ പൊതുജന സമക്ഷം വ്യക്തമാക്കാൻ കോടതിയും തയ്യാറാകില്ല. മറിച്ച് വിദഗ്ധ സമിതി കൃത്യമായി വിഷയം പഠിച്ച് ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും വിഷയത്തിൽ അന്തിമമായ ഒരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിക്കുക. ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ഇടക്കാല വിധി മാത്രമായിരിക്കും. അതോടൊപ്പം തന്നെ KP അഭിലാഷ്, വളരെ പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് കേരളം ഉറ്റുനോക്കുന്നത് ഇന്ന് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഹർജികൾ വീണ്ടും പരിഗണിക്കുന്നു എന്നുള്ളത് തന്നെ. അപ്പോൾ ജലനിരപ്പിന്റെ കാര്യത്തിൽ മേൽനോട്ട സമിതിയുടെ തീരുമാനമെടുക്കണമെന്നൊക്കെ കോടതി നിർദ്ദേശിച്ചിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഏതെല്ലാം രീതികളിലുള്ള കോടതി നടപടികളിലേക്കാണ് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഇന്ന് കടക്കുക? അപർണ, മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ വിഷയത്തിൽ എത്ര അടി ജലനിരപ്പ് എന്നത് തീരുമാനിക്കാൻ സുപ്രീം കോടതിക്ക് സാധിക്കുകയില്ല. അത് സാങ്കേതികമായ ഒരു സംഘം തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതിനാണ് മേൽനോട്ട സമിതി ഉള്ളത് എന്ന് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിന്റെ ബുദ്ധിമുട്ടുകൾ വളരെ കൃത്യമായി തന്നെ മുതിർന്ന അഭിഭാഷകൻ അറിയിച്ചു. ജനങ്ങൾ വലിയ ഭീതിയിലാണ്. 4 ജില്ലകളിൽ വലിയ നാശനഷ്ടം, ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടാകും. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് താഴ്ത്തേണ്ടതിന്റെ അനിവാര്യതയാണ് സുപ്രീം കോടതിയിൽ കേരളം അറിയിച്ചത്. എന്നാൽ കോടതി കേരളത്തോട് ആവശ്യപ്പെട്ടത് ഈ വിഷയത്തിൽ മേൽനോട്ട സമിതിയുമായി ചർച്ച നടത്തൂ, അങ്ങനെ വിഷയം പരിഹരിക്കൂ എന്നുള്ളതാണ്. എന്തായാലും സുപ്രീം കോടതിയുടെ നേരത്തെ ഉള്ള ഉത്തരവ് പ്രകാരം ജലനിരപ്പ് 142 അടിയിൽ കൂടുതലാകാൻ പാടില്ല. മാത്രമല്ല 138ലേക്ക് ജലനിരപ്പ് ഉയർന്നാൽ ആ പുറത്തേക്ക് ജലം ഒഴുക്കിക്കളയണമെന്നുള്ള നിർദ്ദേശം അടക്കം സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. ഈ ഉത്തരവ് പാലിക്കണം, അല്ലെങ്കിൽ ഈ നിലപാട് പാലിക്കണം എന്ന് തന്നെ കോടതി കർശനമായ ഒരു നിർദ്ദേശം മേൽനോട്ട സമിതിക്ക് നൽകുവാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. മേൽനോട്ട സമിതി നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്ത് എന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇന്ന് കോടതിയെ ധരിപ്പിക്കുകയും ചെയ്യും. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വാർത്തകളിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ മേൽനോട്ട സമിതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. ഇതിനിടെ മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. സെക്കൻഡിൽ 2300 ഘനഅടി വെള്ളമാണ് നിലവിൽ കൊണ്ടുപോകുന്നത്. അണക്കെട്ടിലെ ജലനിരപ്പ് നിലവിൽ 137.60 അടിയാണ്. പ്രിൻസ് ജെയിംസ് ചേർന്നു. പ്രിൻസ്, ജലനിരപ്പിന്റെ ഇന്നത്തെ സ്ഥിതി, അതോടൊപ്പം തന്നെ തമിഴ്നാട് വെള്ളം കൂടുതൽ കൊണ്ടുപോകുന്നത് എപ്പോൾ തൊട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്?
ഇതേ അളവിലാണ് വെള്ളം തമിഴ്നാട് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. കഴിഞ്ഞ ദിവസം വരെ 2200 കനഅടി വെള്ളം ശരാശരി ഓരോ സെക്കൻഡിലും വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നീരൊഴുക്കുന്ന ഏരിയ വർധനമുണ്ടായിട്ട് വെള്ളം ഒഴുക്കാണ് ഇപ്പോഴും തുടരുന്നത്. ഇന്ന് നൽകിയിരിക്കുന്ന കണക്ക് പ്രകാരം 2300 കനഅടിയോളം വെള്ളം തന്നെയാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ജലനിരപ്പ് കൂടുതൽ വെള്ളം ഒഴുക്കൊണ്ട് പോകാനുള്ള ഒരു സാഹചര്യം തമിഴ്നാട് ആരംഭിച്ചിരിക്കുന്നത്. പറഞ്ഞ 2300 കനഅടി വെള്ളമായി ഉയർത്തിയിരിക്കുന്നു. സെക്കൻഡിൽ കൊണ്ടുപോകുന്ന തമിഴ്നാട് എടുക്കുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ നൽകി. വീണ്ടും ഇടവേള. ഇപ്പോൾ വരുന്ന വാർത്ത മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ആശ്വാസകരം തന്നെ. ജലനിരപ്പ് 137 അടി കവിയരുതെന്ന് മേൽനോട്ട സമിതി വ്യക്തമാക്കിയിരിക്കുന്നു. നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കും. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, കൂടുതൽ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടി മേൽനോട്ട സമിതി ഇങ്ങനൊരു നിലപാടെടുക്കുന്നത് അത് ഈ സാഹചര്യത്തിൽ എത്രത്തോളം പ്രധാനമാകുന്നു? അപ്പോഴും ജലനിരപ്പ് 137 അടി എന്ന ഒരു കണക്കിലാണ് മേൽനോട്ട സമിതി നിൽക്കുകയും ചെയ്യുന്നത്. അപർണ, കേരളത്തിന്റെ ആവശ്യവും 137 അടിയായി ജലനിരപ്പ് നിലനിർത്തണം എന്നുള്ളതായിരുന്നു. ആ ആവശ്യം അംഗീകരിക്കപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാകുന്ന കാര്യമാണ്. കാരണം ഈ അണക്കെട്ടിന്റെ സംഭരണശേഷി ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. കൂടുതൽ സംഭരണശേഷിയിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ പ്രതികൂലമായ കാലാവസ്ഥ, ഈ അണക്കെട്ട് വിദഗ്ധർ വ്യക്തമാക്കുന്നത് സംഭരണശേഷി കൂടുക എന്നത് മാത്രമല്ല, ആ സമയത്തുണ്ടാകുന്ന ചെറിയ തോതിലുള്ള ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പ്രളയങ്ങൾ വരുമ്പോഴടക്കം ഈ അണക്കെട്ടിന് താങ്ങാനാവാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതാണ് കൂടുതൽ അപകട ഭീതി ഉണ്ടാക്കുന്നത്. 137ലേക്ക് ജലനിരപ്പ് നിലനിർത്തുകയാണെങ്കിൽ അത്തരത്തിൽ വലിയ ആശങ്കയ്ക്ക് ഇടമില്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ആ നിലയിൽ നമുക്ക് വലിയ ആശ്വാസകരമായ ഒന്ന് തന്നെയാണ് 137 അടിയിലേക്ക് ജലനിരപ്പ് നിലനിർത്തുവാനുള്ള തീരുമാനം. വളരെ പ്രധാനപ്പെട്ട യോഗം ഇന്നലെയായിരുന്നു ചേർന്നത്. കേന്ദ്ര ജല കമ്മീഷൻ അംഗമായ ഗുൽഷൻ രാജ്, കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി TK ജോസ്, തമിഴ്നാടിന് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി സന്ദീപ് സക്സേന എന്നിവരായിരുന്നു യോഗത്തിൽ പങ്കെടുത്തത്. ഇതിൽ കേരളം ആവശ്യപ്പെട്ടത് 137 അടിയായി ജലനിരപ്പ് നിലനിർത്തണം എന്നായിരുന്നു. എന്നാൽ തമിഴ്നാടിന്റെ ആവശ്യം 138 അടിയായി ജലനിരപ്പ് നിലനിർത്തണം എന്നും 138ന് മുകളിലേക്ക് പോയാൽ പുറത്തേക്ക് ജലം ഒഴുക്കാം എന്നുമുള്ളതായിരുന്നു. പക്ഷേ മേൽനോട്ട സമിതി 137 എന്ന മാനദണ്ഡം തന്നെ കൃത്യമായി പാലിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയും ഇതേ നിർദ്ദേശം തന്നെയാണ് നൽകിയത്. തീർച്ചയായും ഇന്ന് കോടതിയിലെത്തുമ്പോൾ ഇത് പാലിക്കപ്പെട്ടില്ല എങ്കിൽ ഈ മേൽനോട്ട സമിതി വലിയ തോതിലുള്ള വിമർശനം നേരിടേണ്ടി വരും. ഈ അല്പസമയത്തിനകം ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേസ് പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനോട് അടക്കം ഇതിന്റെ വിശദാംശങ്ങൾ ആരായും. അവിടെ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മേൽനോട്ട സമിതി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്ത് എന്നുള്ളത് അറിയിക്കേണ്ടി വരും. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകുക. ഒപ്പം അപർണ, ഈ ഘട്ടത്തെ നമുക്ക് പ്രേക്ഷകരുടെ അറിവിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടത്, നിലവിൽ സുപ്രീം കോടതി പരിഗണിക്കുന്ന ഹർജി എന്നത് ഈ ജലനിരപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമേ അല്ല. മറിച്ച് അണക്കെട്ടിന് ബലക്ഷയമുണ്ട്. ആ ബലക്ഷയം പരിഹരിക്കാൻ നേരത്തെ തന്നെ സുപ്രീം കോടതി തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ ബലക്ഷയം പരിഹരിക്കുന്നതിൽ തമിഴ്നാട് സർക്കാർ പരാജയപ്പെട്ടു എന്ന് കാണിച്ചുകൊണ്ട് സുരക്ഷാ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയിട്ടുള്ള ഹർജി, അതോടൊപ്പം തന്നെ മേൽനോട്ട സമിതി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്നോട്ടു പോയി എന്ന് ആരോപിച്ചുകൊണ്ട് എറണാകുളം സ്വദേശികൾ നൽകിയിട്ടുള്ള ഹർജികൾ, ഇങ്ങനെ 2 ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. ഈ ഹർജികൾ പരിഗണിച്ചപ്പോഴായിരുന്നു സംസ്ഥാന സർക്കാർ ജലനിരപ്പുമായി ബന്ധപ്പെട്ട ആശങ്ക മുന്നിൽ അവതരിപ്പിച്ചത്, കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇനി പ്രധാനപ്പെട്ടത്, നിലവിൽ സമർപ്പിക്കപ്പെട്ട 2 ഹർജികളിന്മേൽ സുപ്രീം കോടതി എന്തെങ്കിലും കൂടുതലായി തീരുമാനം എടുക്കുമോ എന്നുള്ളതാണ്. ഒരുപക്ഷെ നേരത്തെ തന്നെ ഈ വിഷയം സുദീർഘമായ വാദങ്ങൾ സുപ്രീം കോടതിയിൽ നടന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായി വിഷയം പരിഗണിക്കേണ്ടതില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ട് ഹർജികൾ തള്ളുവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ 2018 പ്രളയത്തിന് ശേഷമുള്ള സംസ്ഥാനത്തിന്റെ മാറിയ കാലാവസ്ഥ, അപകട സാധ്യത എന്നിവ ഒരു പരിധിവരെ കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ പുതിയ അണക്കെട്ട് എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ മുന്നോട്ടു പോകേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ എന്ന് കോടതി നിരീക്ഷിച്ചേക്കാം. തമിഴ്നാടും കേരളവും അടക്കം ചർച്ച ചെയ്ത് ഈ വിഷയം പരിഹരിക്കണമെന്ന നിർദ്ദേശം നൽകിയേക്കാം. അങ്ങനെ
ഈ ജലനിരപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിനപ്പുറത്തേക്ക് കൂടി കോടതി എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തുമോ? അങ്ങനെ ഒരു പരാമർശത്തിലേക്കോ അങ്ങനെ ഒരു പരിശോധനയിലേക്കോ കോടതി കടക്കുമോ എന്ന് തന്നെയാണ് സംസ്ഥാനം ഉറ്റുനോക്കുന്നത്. കാരണം അണക്കെട്ടിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സുപ്രീം കോടതി കൃത്യമായി ഇടപെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ള താൽക്കാലിക ഒരു ആശ്വാസം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കേരളം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് 137 അടി കവിയരുത് ജലനിരപ്പ് എന്നുള്ളതാണ്. അത് ആ നിർദ്ദേശം മേൽനോട്ട സമിതിയുടെ ഭാഗത്തുനിന്ന് സമിതി അത് സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്യും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഹർജികൾ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാൻ നിൽക്കുന്ന ആ വേളയിൽ കൂടിയാണ് മേൽനോട്ട സമിതിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു നിർദ്ദേശം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. KP അഭിലാഷ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയ. ഒരിക്കൽ കൂടി വളരെ പ്രധാനപ്പെട്ട വാർത്തയായതുകൊണ്ട് മുല്ലപ്പെരിയാറിൽ കേരളത്തിന് താൽക്കാലിക ആശ്വാസം നൽകുന്ന ഒരു വാർത്ത. അണക്കെട്ടിലെ ജലനിരപ്പ് 137 അടി കവിയരുത് എന്ന് സുപ്രീം കോടതി നിശ്ചയിച്ച മേൽനോട്ട സമിതി തന്നെ തീരുമാനമെടുത്തിരിക്കുന്നു. സമിതി ഈ നിലപാട് വളരെ പെട്ടെന്ന് തന്നെ സുപ്രീം കോടതിയെ അറിയിക്കും. അതിനിടയിൽ തമിഴ്നാട് കൊണ്ടുപോകുന്ന സെക്കൻഡിൽ മുല്ലപ്പെരിയാറിൽ നിന്ന് കൊണ്ടുപോകുന്ന വെള്ളത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും 137 അടിയിലേക്ക് ജലനിരപ്പ് ഉയരാത്ത രീതിയിലുള്ള നിലപാടിലും നടപടിക്രമങ്ങളിലേക്കും തമിഴ്നാടിന് കടക്കേണ്ടതായി വരും. ഈ രീതിയിലുള്ള ഒരു നിർദ്ദേശം മേൽനോട്ട സമിതിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുമ്പോൾ ഒരിക്കൽ കൂടി KP അഭിലാഷ് നേരത്തെ പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഡാമിൻ്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. പക്ഷെ അത്തരം വിഷയങ്ങൾക്കകത്ത് സുപ്രീം കോടതി കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടില്ല എന്നും നമുക്ക് അറിയാം. അപ്പോൾ ജലനിരപ്പ് ഈ രീതിയിൽ തന്നെ അല്ലെങ്കിൽ 137 കൂടരുത് എന്നുള്ളൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ് എന്നൊരു നിലപാട് കേരളം ശക്തമായി സ്വീകരിക്കാനല്ലേ സാധ്യത? അപർണ, ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഏതാണ്ട് സമാനമായ സാഹചര്യത്തിൽ തന്നെയുള്ള വാദം ആയിരുന്നു സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിഭാഷകൻ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമീപവാസികൾ ഉൾപ്പെടെയുള്ളവർ വലിയ ആശങ്കയോടുകൂടിയാണ് കഴിയുന്നത്. ഈ അണക്കെട്ടിന് ക്ഷതം സംഭവിക്കുകയാണെങ്കിൽ ഏതാണ്ട് 4 ജില്ലകൾ നാമാവശേഷമാകുന്ന സാഹചര്യമുണ്ടാകും. രക്ഷാപ്രവർത്തനങ്ങൾ പോലും സാധ്യമാകാത്ത സാഹചര്യമാണ് ഉണ്ടാവുക. അത്തരം കാര്യങ്ങൾ ആയിരുന്നു ധരിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പരാമർശം ഇതിനെ ഒരു രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു വിഷയമായി കണക്കാക്കുകയല്ല വേണ്ടത്, മറിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന പരാമർശം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. അത് പരാമർശം മാത്രമാണ്, വിധിയാണ് നിർണായകമായി മാറുന്നത്. പക്ഷെ അപ്പോഴും കോടതിയുടെ ഈ വിഷയത്തിലുള്ള ഒരു വീക്ഷണം ആണ് വ്യക്തമാകുന്നത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോട് നിലപാട് വ്യക്തമാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ മുന്നോട്ട് പോകുന്ന രാജ്യം എന്ന നിലയിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം മുല്ലപ്പെരിയാർ വിഷയം അങ്ങേയറ്റം കേരളത്തെയും തമിഴ്നാടിനെയും സംബന്ധിച്ചിടത്തോളം ഒരു സെൻസിറ്റീവ് വിഷയം കൂടിയാണ്. ഏറെ പക്വതയോടുകൂടി മാത്രമേ നമുക്ക് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴും കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ എന്നത് പ്രധാനപ്പെട്ടതായി ഉയർത്തി കാണിക്കേണ്ട ആവശ്യകതയുമുണ്ട്. നേരത്തെ തന്നെ കേരളം പലതവണ പുതിയ അണക്കെട്ട് എന്ന സമീപനവുമായി മുന്നോട്ട് പോയതാണ്. സുദീർഘമായ ഒരു ചരിത്രം അണക്കെട്ടിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട്. സുപ്രീം കോടതി ഇതിൽ വാദം കേട്ട ശേഷമാണ് 142 അടി എന്ന നിലയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് നിജപ്പെടുത്തിയത്. സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ 137 അടിക്ക് എത്തുമ്പോൾ ജലം പുറത്തേക്ക് വിടണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിധി നേരത്തെ തന്നെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ വിധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി കൂടുതൽ ഇടപെടലുകൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നതിൽ നമുക്ക് വ്യക്തത കൈവരേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരുപക്ഷെ ചർച്ച മറ്റൊരു അണക്കെട്ടിനെ കുറിച്ച് ആലോചിക്കണമെന്നോ അല്ലെങ്കിൽ ഇതിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കണമോ എന്ന തരത്തിൽ ഒരു പരാമർശം പോലും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അത് വലിയ ആശ്വാസകരമാകുന്ന ഒന്നായിരിക്കും. കാരണം സംസ്ഥാന സർക്കാരിനടക്കം ആ കോടതി പരാമർശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. കൂടുതൽ ചർച്ചകളിലേക്ക് അടക്കം കടക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അനാവശ്യമായ ഒരു ഭീതിയിലേക്ക് ജനങ്ങളെ എത്തിക്കരുത് എന്ന തരത്തിലുള്ള ഒരു പരാമർശവും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അവിടെയാണ് ഡാം എക്സ്പെർട്ടുകളുടെ നിരീക്ഷണങ്ങൾ നിർണായകമാകുന്നത്. അതിനും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് അപർണ ഇപ്പോഴും പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് സുർക്കി മിശ്രിതം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു ഡാമാണ് മുല്ലപ്പെരിയാറിലേത്. 100 വർഷത്തിലധികം പഴക്കമുള്ള ഡാമാണ്. സാധാരണ വികസിത രാജ്യങ്ങൾ പോലും ഒരു അണക്കെട്ടിന് 100 വർഷത്തെ ആയുസ് നൽകാറില്ല. അതിനു മുമ്പ് തന്നെ അടുത്ത അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോകും. പഴയ ടെക്നോളജിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ടെക്നോളജി മാറുന്നതിനനുസരിച്ച് അണക്കെട്ടുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ മുല്ലപ്പെരിയാറിൽ നടക്കുന്നില്ല. ഇത്തരം വിഷയങ്ങൾ കോടതി
ഏത് നിലയിലായിരിക്കും സമീപിക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്. അപർണ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അഭിലാഷ്, ഇപ്പോൾ ജില്ലാ ഭരണകൂടം സുരക്ഷാ നടപടികളിലേക്കെല്ലാം കടന്നിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഇങ്ങനൊരു ഡാം തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആ സുരക്ഷാ ക്രമീകരണം, അപ്പോൾ ഇപ്പോൾ സംസ്ഥാനം സ്വീകരിക്കുന്ന സുരക്ഷാ മുൻകരുതലുകൾ കൂടി കോടതിയിൽ അറിയിക്കുമോ സംസ്ഥാനം? അതുകൂടി പരിഗണിച്ചുകൊണ്ടുകൂടി ആയിരിക്കുമല്ലോ കോടതി ഒരു തീരുമാനത്തിലേക്കോ നിലപാടിലേക്കോ കടക്കുക. അങ്ങനെ കൂടെ പ്രതീക്ഷിക്കാൻ കഴിയില്ലേ? കേസ് പരിഗണിച്ചപ്പോൾ തന്നെ ആ നിലയിലുള്ള ഒരു നീക്കം തന്നെയായിരുന്നു കഴിഞ്ഞ തവണയും കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ജനങ്ങളുടെ ആശങ്കയും സുരക്ഷാ പ്രതിസന്ധിയും തന്നെയാണ് കേരളം ഉയർത്തി കാണിച്ചത്. ഞാനൊന്ന് ഇടപെടുന്നു, ഞാൻ തിരികെ വരാം അഭിലാഷ്. ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് MP നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഡീൻ കുര്യാക്കോസ്, മേൽനോട്ട സമിതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഈ നീക്കം 137 അടിയാക്കി അല്ലെങ്കിൽ 137 അടി കവിയരുത് എന്നുള്ളൊരു തീരുമാനം, അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആശ്വാസകരമാണ്? താൽക്കാലിക ആശ്വാസം മാത്രമാണ്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ആശ്വാസകരമാണ്. കാരണം 136 അടി കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ ഈ ഡാം തുറന്നു വിടണം എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ലാതിരിക്കെ ഇങ്ങനെ ഒരു തീരുമാനം മേൽനോട്ട സമിതിയുടെ ഭാഗത്തു നിന്ന് വരികയും അത് സുപ്രീം കോടതിയെ കൊണ്ട് അംഗീകരിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സ്ഥിതിയിൽ അത് ആശ്വാസകരമാണ്. പക്ഷേ ആത്യന്തികമായി ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പുതിയ ഡാം എന്നുള്ള ആ ഒരു നിലയിൽ തന്നെ കാര്യങ്ങൾ മുൻപോട്ട് പോവുകയും വേണം. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ 137 അടിയായി നിശ്ചയിക്കപ്പെട്ടാൽ അത് നമുക്ക് തീർത്തും ആശ്വാസകരമാണ് എന്ന് പറയുന്നത്. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഇന്നലെ താങ്കളുടെ സന്ദർശനത്തിനുള്ള ചെന്നിരുന്നു, സന്ദർശിക്കാൻ കഴിഞ്ഞില്ല. വിഷയം വളരെ കൃത്യമായ രീതിയിലുള്ള മുൻകരുതലുകളെല്ലാം ജില്ലാ ഭരണകൂടം എടുക്കുകയാണ്. ഞങ്ങൾ സുപ്രീം കോടതിയിൽ കൃത്യമായ കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. ഇപ്പോൾ സംസ്ഥാനം സ്വീകരിക്കുന്ന മുൻകരുതലുകളടക്കം കോടതിയെ അറിയിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു എന്നുകൂടിയാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. അതിന്റെ പ്രതികരണം കൂടി ശ്രീ ഡീൻ കുര്യാക്കോസ്. അതായത് സുപ്രീം കോടതിയുടെ മുൻപിൽ ഈ കേസ് കൊടുത്തത് കേരളമല്ല. അതിനകത്ത് കേരളത്തിന് അവകാശപ്പെടാൻ എന്ന് പറയുമ്പോൾ ഈ സ്വകാര്യ വ്യക്തി സുപ്രീം കോടതി ഫയൽ ചെയ്ത കേസിന് ആസ്പദമായി സർക്കാർ മറുപടി നൽകേണ്ടി വരികയും സുപ്രീം കോടതി മേൽനോട്ട സമിതി ചേരാൻ പറയുകയും മേൽനോട്ട സമിതിയുടെ ഭാഗമായി തീരുമാനം വരികയും ചെയ്യുന്നത് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. അതിനകത്ത് സർക്കാരിന് എന്താ അവകാശപ്പെടാനുള്ളത്? ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് അല്ലല്ലോ ഇപ്പൊ ഈ ഒരു നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. സർക്കാർ അതിന്റെ ഭാഗമായി കൂടിച്ചേർന്നു എന്നുള്ളതല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക ഉയർത്തിക്കൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ കാര്യം കൂടി നമ്മൾ കാണണം. ഓക്കെ, നന്ദി. ഡീൻ കുര്യാക്കോസ് MP ആണ് ന്യൂസ് 8നോട് പ്രതികരിച്ചത്. ഇപ്പോൾ ജോയ്സ് ജോർജ് മുൻ MP കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജോയ്സ് ജോർജ്, ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് അത് മേൽനോട്ട സമിതിയുടെ നിലപാട് 137 അടി കവിയരുതെന്ന്, അത് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് സുപ്രീം കോടതിയെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നുള്ളതാണ് ഇനി സംസ്ഥാനത്തിന്റെ കടമ എന്നുകൂടിയാണ് ഡീൻ കുര്യാക്കോസ് MP നേരത്തെ പ്രതികരിച്ചത്. അപ്പോൾ കേരളം കാണുന്നത് എങ്ങനെയാണ് ഇനി? തീർച്ചയായിട്ടും നമുക്കറിയാം, ഇത് 2014 സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചിട്ട് ഡാം സുരക്ഷിതമാണെന്ന് 142 അടി വരെ ജലനിരപ്പ് ഉയർത്തിക്കൊണ്ടുപോകാനുള്ള തീരുമാനമുണ്ടായി. അതിനുശേഷമാണ് നമ്മളുടെ മേൽനോട്ട സമിതിയെ വെക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് 2018 പ്രളയം ഉണ്ടാകുന്നത്. ഇപ്പോൾ 2017 പ്രളയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അന്നും സുപ്രീം കോടതി വിധി നിലനിൽക്കുമെന്ന നിലപാടാണ് അവിടെ തമിഴ്നാട്ടിലെടുത്തത്. പക്ഷെ ആ ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെ ഇടപെടുത്തുകയും സെൻട്രൽ വാട്ടർ കമ്മീഷൻ അതുപോലെ തന്നെ കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയും ഇതിനെ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തിയ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തപ്പോഴാണ് അന്ന് 139.9 അടിയിലേക്ക് ജലനിരപ്പ് നിജപ്പെടുത്തണം എന്ന നിലപാടിലേക്ക് സുപ്രീം കോടതി എത്തിയത്. ഇപ്പോൾ വീണ്ടും ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് സുപ്രീം കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ 137 അടിയിലേക്ക്, മാത്രമല്ല 2018 ശേഷം ഉണ്ടായ ഒരു വലിയ മാറ്റമുണ്ട്. 2018 മുമ്പ് നമ്മളുടെ കേരളത്തിലെയോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലെയോ ഡാമുകൾക്കൊന്നും റൂൾ കർവ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജലത്തിന്റെ ഇൻഫ്ലോയും മറ്റു കാര്യങ്ങളും വെച്ചിട്ട് എപ്പോഴാണ് ഡാം തുറന്നുവിടേണ്ടതെന്നും എങ്ങനെയാണ് അതിനകത്ത് വാട്ടർ ലെവൽ മാനേജ് ചെയ്യേണ്ടതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ റൂൾ കർവ് സിസ്റ്റം കൊണ്ടുവരുന്നത് 2018 ശേഷമാണ്. ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിലെ റൂൾ കർവ് സിസ്റ്റവും നിലനിൽക്കുക. അതുകൊണ്ട് തന്നെ വിദഗ്ധ സമിതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 137 അടിയിലേക്ക് കൊണ്ടുവരണമെന്ന നിർദ്ദേശം സുപ്രീം കോടതി അംഗീകരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ കൃത്യമായ ഇടപെടലുകൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല തമിഴ്നാടിനും ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ടുപോകണമെന്നാണ് പറയുക. അപ്പൊ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിസർവോയറുകൾ, വൈകി ഉൾപ്പെടെയുള്ള റിസർവോയറുകൾ വെള്ളം സ്റ്റോക്ക് ചെയ്യുന്നതിനുള്ള സാഹചര്യം അവർക്കുണ്ട്. അതുകൊണ്ട് 137 അടിയിലേക്ക് ഈ പ്രാവശ്യം നിജപ്പെടുത്തിക്കൊണ്ട് ആളുകളുടെ ആശങ്ക അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് നിലപാട്. അത് അവസാനിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ.
നന്ദി. ജോയ്സ് ജോർജ് മുൻ MP ആണ് പ്രതികരിച്ചത്. മുല്ലപ്പെരിയാർ സമര സമിതി അംഗം ശ്രീ ഷാജി പി ജോസഫ് നമുക്കൊപ്പം. ശ്രീ ചപ്പാത്ത് ഷാജി, ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് മേൽനോട്ട സമിതി എടുത്തിരിക്കുന്നതാണ് 137 അടി കവിയരുതെന്നുള്ളത്. കേരളത്തെ സംബന്ധിച്ചോളം വളരെ പെട്ടെന്ന് എടുക്കേണ്ട ഒരു നിലപാട് അത് തന്നെയാണ്. അത് സുപ്രീം കോടതി അംഗീകരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയല്ലേ നിങ്ങൾക്ക്? എങ്ങനെ കാണുന്നു ആ തീരുമാനത്തെ? വൈകിയാണെങ്കിലും ആ ഒരു ബോധം നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഉണ്ടായതിലുള്ള സന്തോഷം തീരദേശവാസി എന്ന നിലയിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ നടന്ന ചർച്ചയിൽ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി, 18-ന് ശേഷമുണ്ടായ പ്രളയത്തിലാണ് മുല്ലപ്പെരിയാറിന്റെ കേരളത്തിലെ ഡാമുകളിൽ റൂർക്കവില്ലായിരുന്ന ഒരു ഡാം മുല്ലപ്പെരിയാർ ഡാം മാത്രമായിരുന്നു. കാലങ്ങളായി കേരളം ആവശ്യപ്പെടുന്നതാണ് റൂർ കർവ് കേരളത്തിന് നൽകണമെന്ന്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് മാനുവലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച കാലങ്ങളായി മുല്ലപ്പെരിയാർ നടക്കുകയാണ്. 2018 അതിപ്രളയം ഉണ്ടായപ്പോൾ റസൽ ജോയ് കൊടുത്തിട്ട് സുപ്രീം കോടതി പരിഗണിച്ചപ്പോഴാണ് ഈ ഡാമിലെ ജലനിരപ്പ് 18 അടിയായി 138 അടിയായി നിലനിർത്തണമെന്നുള്ള സുപ്രീം കോടതി ഡയറക്ഷൻ വരുന്നത്. അതിനുശേഷമാണ് കോതമംഗലം സ്വദേശിയായ അഡ്വക്കേറ്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് കൊടുത്ത കേസിന്റെ ഹർജിയിലാണ് റൂർ കർവ് കേരളത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. അവിടെ നിന്നല്ലേ ഈ കാര്യങ്ങളിലേക്കെല്ലാം വന്നത്. എന്തായാലും നമുക്കെല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് കേരളം കൃത്യമായി അതിനെക്കുറിച്ച് പഠനം നടത്തുകയും കാര്യമായി തമിഴ്നാടിനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫോറം ഇപ്പോൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അത് മുതലാക്കുകയാണ് വേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുല്ലപ്പെരിയാർ അടക്കം കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നദീജല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജനം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാട് കാണിക്കുന്ന വ്യഗ്രത നമുക്കറിയാം. കാവേരി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർണാടകവുമായി തമിഴ്നാട് ഉണ്ടാക്കിയ വിഷയം നമുക്കറിയാം. വെള്ളം എന്നത് അവരുടെ വൈകാരികതയാണ്. ഇവിടെ എന്താണ് പ്രശ്നം? ജനങ്ങൾക്ക് സുരക്ഷ വേണം, തമിഴ്നാടിന് ജലം കൊടുക്കണം. അതിനുള്ള പരിഹാരമാണ് വേണ്ടത്. സുപ്രീം കോടതി ഡയറക്ട് ചെയ്തിരിക്കുന്നതും അതാണ്. ജനങ്ങളെ ഭീതിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ ഭയാശങ്കയിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ തൂങ്ങി നിൽക്കുന്ന വലിയൊരു സൗദം ഇപ്പൊ പൊട്ടും നാളെ പൊട്ടുമെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ എന്തിനാണ് കളിയാക്കുന്നത്? മുല്ലപ്പെരിയാർ സമരസമിതി അന്ന് വെച്ചൊരു ഡിമാൻഡ് ഇന്നും പറയുന്നു. ഇതിനെക്കുറിച്ചുള്ള ഞാൻ ഇടപെടുന്നു. ഇപ്പോൾ തമിഴ്നാട് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായിരുന്ന ശ്രീ PC സിരേഖ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ PC സിരേഖ്, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് മേൽനോട്ട സമിതി കടക്കുമ്പോൾ അതൊരു സംസ്ഥാനത്തിന്റെ മുഴുവൻ ആശങ്കകൾ കൂടി അതിനകത്ത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഈ വിഷയം എങ്ങനെയാണ് സുപ്രീം കോടതി മേൽനോട്ട സമിതിയുടെ തീരുമാനം സ്വീകരിക്കുക എന്നതിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് രാഷ്ട്രീയ പ്രതികരണങ്ങളെല്ലാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് എങ്ങനെയാണ് ഈ മേൽനോട്ട സമിതിയുടെ തീരുമാനത്തെ 137 അടി കവിയരുത് എന്നുള്ളൊരു തീരുമാനത്തെ അത് എത്രത്തോളം പ്രധാനകരമായി താങ്കൾ കാണും? 137 അല്ല 136 പറയേണ്ടത്. കാരണം കഴിഞ്ഞ 30-40 കൊല്ലങ്ങളായിട്ട് ഡാമിന്റെ സുരക്ഷിതാവസ്ഥ സംശയാസ്പദമാണെന്ന് അറിഞ്ഞ ഉടനെ 152 എന്നുള്ളത് 136 കുറയ്ക്കാനായിരുന്നു കേന്ദ്ര സെൻട്രൽ വാട്ടർ ആൻഡ് പവർ കമ്മീഷൻ തീരുമാനിച്ചിരുന്നത്. അന്നത്തെ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നത് ഒരു മിസ്റ്റർ KC തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള മലയാളിയായ ഒരു എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് 136 അടിയാക്കി കുറച്ചത് 1980. 80 കഴിഞ്ഞിട്ട് ഇപ്പം കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ അടുത്ത കാലം വരെ 136 അടിയിലായിരുന്നു നിർത്തിയിരുന്നത്. അത് കഴിഞ്ഞ് തമിഴ്നാട് സുപ്രീം കോടതി ചെന്ന് 142 എന്നുള്ള ഒരു അനുവാദം വാങ്ങി. പക്ഷെ നമ്മളിപ്പോ എന്തിനാ 137 പറയുന്നത്? 137ന്റെ സിഗ്നിഫിക്കൻസ് ആണ് മനസ്സിലാകാത്തത്. 37ന്റെ പ്രാധാന്യം. 136 ആയിരുന്നെങ്കിൽ പറയാമായിരുന്നു. ഡാം ബലഹീനമാണെന്ന് കണ്ടുപിടിച്ചപ്പോൾ ഉടനെ കുറച്ച് നിർത്താൻ പറഞ്ഞ ലെവലാണ് 136. അതിൽ തന്നെ നിയന്ത്രിച്ച് നിർത്തണമെന്ന് വേണമായിരുന്നു നമ്മൾ വാദിക്കേണ്ടത്. 37 ഒരടി കൂട്ടിയതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. കേരളീയരുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ടി 136 അടിയിൽ കൂടുതലേ വരാൻ പാടില്ല. പുതിയ ഡാം കെട്ടുന്നതുവരെ 136 സ്ഥിരമായി നിർത്തണം. കാരണം പണ്ട് ബലഹീനമായിരുന്നപ്പോൾ 136 ഇപ്പം കുറെയൊക്കെ ബലപ്പെടുത്തിയെന്ന് പറയുന്നു. ഏതായാലും 36 കൂടരുത് എന്നുള്ള ഒരു നിലപാടായിരുന്നു നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. അതായത് പൂർണ്ണ ആശ്വാസകരമായിട്ടുള്ള കാര്യമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ബലക്ഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളിലേക്ക് കടന്നിട്ടും അതെ, ബലക്ഷയമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു 136 വന്നത്. ഇപ്പം ബലക്ഷയം ഉള്ളപ്പോൾ പോലും 36 സാരമില്ല എന്ന് പറഞ്ഞവര് ഇപ്പം കുറച്ചൊക്കെ സ്ട്രെങ്ത് ആക്കിയാലും 36 നമുക്ക് തൽക്കാലം തൃപ്തികരം. പുതിയത് വരുന്നത് വരെ, പുതിയ ഡാം കെട്ടുന്നത് വരെ 142 അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? കൂടുതൽ ആശങ്കാകുലരാകുന്ന കേരളീയര്. നമ്മുടെ ആളുകൾ സുഖമായിട്ട് ആശങ്ക ഒഴിവായിട്ട് കിടന്നുറങ്ങട്ടെ. അതുകൊണ്ട് 136 കൂടാൻ പാടില്ലെന്ന് പറയാനായിരുന്നു. 37ന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നതേ ഇല്ല. അതിന്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല.
വളരെ നന്ദി. ശ്രീ PCCയിലേക്കാണ് പ്രതികരിച്ചത്. നേരത്തെ നമ്മൾ ഈ വാർത്ത വരുമ്പോൾ തന്നെ ഉന്നയിച്ച ചോദ്യം അത് തന്നെയായിരുന്നു. 137 അടി എന്നുള്ളത് ഒരു താൽക്കാലിക ആശ്വാസമല്ലേ എന്നുള്ള കാര്യം. CR നീലകണ്ഠൻ പരിസ്ഥിതി പ്രവർത്തനം നമുക്ക് ഉപചേരുന്നു. നേരത്തെ ശ്രീ CR നീലകണ്ഠൻ പലതവണ പറഞ്ഞു വന്ന കാര്യമാണ് കേരളം കൃത്യമായ രീതിയിൽ വിഷയങ്ങൾ കൂടുതൽ അഡ്രസ്സ് ചെയ്യാൻ പ്രത്യേകിച്ച് ഈ സാഹചര്യം കൂടി ഉപയോഗപ്പെടുത്തണം. ഇപ്പോൾ ശ്രീ PCCയിലേക്ക് പറഞ്ഞു നിർത്തുന്നത് 137 അടിയിൽ കവിയരുത് എന്നുള്ള വാർത്ത അത് ആശ്വാസകരമല്ല. കേരളത്തിന്റെ പുതിയ സാഹചര്യത്തെ സംബന്ധിച്ചോളം 136 അടിയിൽ താഴെ എന്നുള്ള ഒരു കാര്യത്തിൽ കേരളം ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? തീർച്ചയായിട്ടും എത്ര ഡാമിന്റെ ലെവൽ കുറയ്ക്കാമോ അത്ര കുറയ്ക്കണം എന്ന അഭിപ്രായമാണ് ഇന്നും എനിക്കുള്ളത്, അന്നും എനിക്കുള്ളത്, ഞങ്ങൾക്കൊക്കെ ഉള്ളത്. പക്ഷേ ഇപ്പോ ആശ്വാസം തോന്നുന്നു 142 സുപ്രീം കോടതി പറഞ്ഞെടുത്തുനിന്നാണല്ലോ 137 ആക്കിയത്. അതാണ് അതിലൊരു ആശ്വാസം. 142 സുപ്രീം കോടതിയുടെ വിധിയാണ്. പിന്നെ സാങ്കേതിക സമിതി ഇപ്പൊ 142 പറ്റില്ല 137 ആക്കിയെന്ന് പറഞ്ഞാൽ 142 എന്ന വിധി നിലനിൽക്കുന്നില്ലല്ലോ. അപ്പോൾ അതൊരു ഓപ്പണിംഗ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 142 എന്ന് സുപ്രീം കോടതി അനുവാദം കൊടുത്ത ഒരു സ്ഥാപനത്തിൽ നിന്ന് 137 സാങ്ക്ടിറ്റി എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായിട്ടില്ല, ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ 142 ഭേദമാണ് 137 എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തീർച്ചയായും സുപ്രീം കോടതി വിധിയിൽ അതുപോലെ ഉറച്ചു നിൽക്കേണ്ടതില്ല, അതിൽ നിന്ന് താഴേക്ക് പോകേണ്ടി വരും എന്ന തോന്നൽ സുപ്രീം കോടതിക്ക് തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ നീക്കം. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഒരു കണക്കനുസരിച്ച് നമുക്ക് താത്താൻ കഴിയും എന്നാണ്. അതിന് കേരളം വേണ്ട രീതിയിൽ ഇപ്പോൾ തന്നെ ഇടപെടണം. ഈ അവസ്ഥ കേരളം ഉപയോഗിക്കണം. അതാണ് തന്ത്രപരമായി കേരളം ഉപയോഗിക്കണം എന്നാണ് എന്റെ നിലപാട്. വളരെ നന്ദി. ശ്രീ നീലകണ്ഠനാണ് പ്രതികരിച്ചത്. ഏതായാലും താൽക്കാലികമായിട്ട് ആശ്വാസകരമായിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്കകൾ സമൂഹ മാധ്യമങ്ങളടക്കം നിറയുമ്പോൾ 142 അടി എന്നുള്ളതിൽ നിന്ന് 137 അടി കവിയരുത് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മേൽനോട്ട സമിതി വരികയും അത് സുപ്രീം കോടതിയെ അറിയിക്കാനുള്ള തീരുമാനത്തിലേക്ക് കിടക്കുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഹർജികളും സുപ്രീം കോടതി പരിഗണിക്കുന്ന ദിവസം കൂടിയാണ് ഈ നിലപാടിലേക്ക് മേൽനോട്ട സമിതി കടക്കുകയും ചെയ്തിരിക്കുന്നത്. വിവിധ പ്രതികരണങ്ങളാണ് കേട്ടത്. കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. അനുപമയുടെ മാതാപിതാക്കൾ നേരിട്ടെത്തിയാണ് കുഞ്ഞിനെ കൈമാറിയതെന്ന് വ്യക്തമാക്കി ശിശുക്ഷേമ സമിതി ജീവനക്കാരുടെ പേരിൽ കത്ത്. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ഷിജു ഖാനും CPMന്റെ പ്രമുഖ നേതാവും ഈ വിഷയത്തിൽ ഇടപെട്ടെന്നും കത്തിൽ പരാമർശമുണ്ട്. നഴ്സും 2 ജീവനക്കാരും ചേർന്നാണ് കുഞ്ഞിനെ ഏറ്റുവാങ്ങിയതെന്നും കത്തിൽ പറയുന്നു. ശിശുക്ഷേമ സമിതി ജീവനക്കാർ എന്ന് മാത്രമാണ് കത്തിൽ പറയുന്നത്, ആരുടെയും പേരില്ല. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, കത്തിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണ്? നേരത്തെ മുഖ്യമന്ത്രിക്കും സമാനമായ കത്ത് ശിശുക്ഷേമ സമിതി ജീവനക്കാർ എന്ന പേരിൽ നൽകിയിരുന്നു. ആരാണ് ജീവനക്കാർ എന്ന് പേര് പറയാതെയോ ഒപ്പിടാതെയോ നൽകിയ കത്താണിത്. ഈ കത്തിനാണ് പറയുന്നത് കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചതല്ല, പകരം ജീവനക്കാരെ CPM ജില്ലയിലെ പ്രധാന നേതാവിന്റെയും അതുപോലെ തന്നെ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ഷിജുഖാന്റെയും അറിവോടുകൂടി കുഞ്ഞിനെ അവിടെ എത്തിച്ചു നൽകുകയായിരുന്നു എന്നാണ് കത്തിലെ ആരോപണം. നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെ കത്തിലും സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു. അടുത്തിടെ ശിശുക്ഷേമ സമിതിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ജീവനക്കാരാണ് ഇതിന് പിന്നിലെന്ന ആരോപണമാണ് വിധേയത്തിലാണ് ശിശുക്ഷേമ സമിതിക്കും CPMനും ഉള്ളത്. കോവളത്ത് വിദേശ വനിത കൊല്ലപ്പെട്ട കേസിൽ 3.5 വർഷമായിട്ടും വിചാരണ നടപടികൾ ആരംഭിക്കാത്തതിനെതിരെ കുടുംബം. സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്ന് സഹോദരി പറഞ്ഞു. വിചാരണയ്ക്ക് അതിവേഗ കോടതി വേണമെന്നും വനിതാ ജഡ്ജിയെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. കോവളത്ത് ലാത്തിയൻ സ്വദേശിയായ വനിതയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നടപടികൾ ഇതുവരെയായിട്ടും ആരംഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇതിനെതിരെ കുടുംബം രംഗത്തെത്തിയത്. 2018 ഏപ്രിൽ 20-നാണ് കോവളത്ത് കാണാതായ വിദേശ വനിതയുടെ മൃതദേഹം പനത്തുറ ഭാഗത്ത് കാട്ടിൽ കണ്ടെത്തുന്നത്. അന്വേഷണത്തിൽ കൊലപാതകമെന്ന് തെളിഞ്ഞു. പ്രദേശവാസികളായ ഉമേഷും ഉദയനും അറസ്റ്റിലായി. എന്നാൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയത് കാരണം പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു. വിചാരണ അനിശ്ചിതമായി വൈകുന്നത് നീതി നിഷേധമെന്ന് വിദേശ വനിതയുടെ സഹോദരി പറയുന്നു. വിചാരണയ്ക്ക് അതിവേഗ കോടതി വേണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഇവർ ഹർജി നൽകി. The 18th of October, I submitted a petition to High Court asking the government to provide a speedy trial so that it finally can be ended and that justice can be served. കേസ് പരിഗണിക്കാൻ വനിതാ ജഡ്ജിയെ നിയോഗിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നവംബർ 5-ന് ഹർജി ഹൈക്കോടതി പരിഗണിക്കും. സഹോദരിക്ക് നീതി ലഭിക്കുന്നതുവരെ കേരളത്തിൽ തുടരാനാണ് ഇവരുടെ തീരുമാനം. I don't have a particular date to return because I want to make sure that this time before I return that the court is completed and
that the trial is finished and the justice is served, and only then I intend to return back home. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.